ഏനമാവ് കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറിയതോടെ നെൽകർഷകർ ആശങ്കയിൽ. കാലപ്പഴക്കം മൂലം ജീർണിച്ച റെഗുലേറ്റർ ഷട്ടറുകളിലൂടെയാണ് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കയറിയത്. എടമുട്ടത്ത് ബിവറേജ് ഔട്ട്ലെറ്റ് കുത്തിത്തുറന്ന മോഷണം. 65,050 രൂപ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കവർന്നു. പുലക്കാട്ടുകരയിൽ യുവാക്കൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 3 SFI പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഏനമാവിലെ കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറിയതോടെ നെൽകർഷകർ ആശങ്കയിലായി. ഏനമാവ് റെഗുലേറ്ററിനു സമീപം വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ കാലപ്പഴക്കം മൂലം ജീർണിച്ച റെഗുലേറ്റർ ഷട്ടറുകളിലൂടെയാണ് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കയറിയത്. ഏനമാവ് ഫീസ് കനാലിൽ 2.5 കിലോമീറ്റർ അകലെ വരെ ഉപ്പുവെള്ളം വ്യാപിച്ചതായി കർഷകർ പറയുന്നു. ഉപ്പുവെള്ളം കോൾ മേഖലയിലെ ഉൾച്ചാലുകളിലേക്കും എത്തിയിട്ടുണ്ട്. ഉപ്പിന്റെ അംശം 1.9 മുതൽ 2 പോയിന്റ് വരെ ആയതായി കർഷകർ പറയുന്നു. കോൾ മേഖലയിൽ ഉപ്പിന്റെ അംശം പരമാവധി 0.9 വരെ മാത്രമേ പാടുള്ളൂ. കൂടിയാൽ നെല്ലിന്റെ വിളവിനെ ബാധിക്കും. നെൽച്ചെടിയുടെ വേരുകൾ നശിക്കുകയും ഓലകൾ പഴുത്ത് ഉണങ്ങുകയും ചെയ്യും. പുഴയിൽ ശക്തമായ വേലിയേറ്റമാണുള്ളത്. റെഗുലേറ്ററിന്റെ ചോർച്ച മൂലമാണ് വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കനാലിൽ എത്തുന്നത്. 157 മീറ്റർ നീളമുള്ള വളയം ബണ്ടിന്റെ 76 മീറ്റർ മാത്രമാണ് നിർമ്മാണം തീർന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ മുളക്കുറ്റി അടിക്കലും പനമ്പ് കൊണ്ട് മറയ്ക്കലും ചുവന്ന മണ്ണിട്ട് ബണ്ട് ഉയർത്തലും സ്ലൂയിസ് നിർമ്മിക്കലും പൂർത്തിയാകുന്നതേയുള്ളൂ. ബണ്ട് നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അപ്പോഴേക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഉപ്പുവെള്ളം വ്യാപിക്കുമെന്ന് പാടശേഖര ഭാരവാഹികൾ പറഞ്ഞു. ബണ്ട് നിർമ്മാണം ഡിസംബർ 20 പൂർത്തിയാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷം ഉപ്പുവെള്ളത്തിന്റെ അതിപ്രസരത്തെ തുടർന്ന് മുല്ലശ്ശേരി വെങ്കടങ്ങ് പഞ്ചായത്തിൽ മാത്രം 13.65 കോടി രൂപയുടെ ഉൽപാദന നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിവിധ പടവുകളിലായി 10,000 ഏക്കറിലധികം നെൽകൃഷിയാണ് ഏനാമാവ് ഫേസ് കനാലിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത്. ചിമ്മിനി ഡാമിൽ നിന്ന് ശുദ്ധജലം കൂടിയ അളവിൽ തുറന്നുവിട്ടാലേ ഏനാമാവ് ഫേസ് കനാലിൽ വ്യാപിച്ച ഉപ്പിന്റെ അളവ് കുറയ്ക്കാനും നെൽകൃഷി സംരക്ഷിക്കാനും കഴിയൂ. TCV പാവറട്ടി. എടമുട്ടം ബിവറേജ് ഔട്ട്ലെറ്റ് കുത്തിത്തുറന്ന മോഷണം. 65,050 രൂപ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം മോഷ്ടാക്കൾ കവർന്നു. എടമുട്ടം കഴിമ്പ്രം ബീച്ച് റോഡിലുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ വെള്ളിയാഴ്ച പുലർച്ചെ 1:30നും 2 മണിക്കും ഇടയിലാണ് കവർച്ച നടന്നത്. അതിരാവിലെ ഔട്ട്ലെറ്റിന്റെ ഷട്ടർ തുറന്നു കിടക്കുന്നത് കണ്ട സമീപത്തെ വീട്ടുകാർ ജീവനക്കാരെ വിളിച്ചപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത്. 2 അംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് ഔട്ട്ലെറ്റിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഷട്ടറിന്റെ താഴെ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ഇരുമ്പ് ജനൽ മഴു ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മോഷ്ടാക്കൾ ഇരുവരും മുഖം തുണി ഉപയോഗിച്ച് മറച്ചിരുന്നു. 1000 മില്ലി ലിറ്റർ, 750 മില്ലി ലിറ്റർ ഉൾപ്പെടെ 29 ലിറ്റർ വിലയേറിയ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം, 1 കേസ് ബിയർ എന്നിവയാണ് മോഷ്ടാക്കൾ കവർന്നത്. ഔട്ട്ലെറ്റിനകത്ത് പലയിടങ്ങളിലും മോഷ്ടാക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും പണം സൂക്ഷിച്ചിരുന്ന ചെസ്റ്റ് തുറന്നിട്ടില്ല. വലപ്പാട് SIമാരായ സലിം, സത്താർ, സ്പെഷ്യൽ ബ്രാഞ്ച് SI സാബു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കവർച്ച നടത്തിയ സംഘം ഔട്ട്ലെറ്റിനുള്ളിൽ മുളക് പൊടി വിതറിയ ശേഷമാണ് രക്ഷപ്പെട്ടത്. കവർച്ചയ്ക്ക് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പുലക്കാട്ടുകരയിൽ യുവാവിനെ നടു റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേരെ കൂടി പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്താക്കര സ്വദേശികളായ ഈരാമ്പുള്ളി അമൽ, കണിമംഗലം വീട്ടിൽ ജിത്തു, കോനിക്കര തറയിൽ വീട്ടിൽ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം തലോർ സ്വദേശി കിഴക്കിനിയടത്ത് വീട്ടിൽ റോമസുലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും ഇവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. പുലക്കാട്ടുകര ഓമ്പുള്ളി വീട്ടിൽ ബിനുവിനെയാണ് 12ഓളം പേർ റോഡിലിട്ട് മർദ്ദിച്ചത്. ബിനുവിന്റെ വീട്ടിലെത്തിയ പ്രതികൾ മകളെ മർദ്ദിച്ച ശേഷം ഓടിപ്പോവുകയായിരുന്നു. ഇവരെ പിന്തുടർന്ന ബിനുവിനെ സംഘം ചേർന്ന് പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. വീടിന് സമീപത്തെ കടവിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച ഇവരെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO UH സുനിൽദാസ്, SIമാരായ KS സൂരജ്, KA വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിശ്വനാഥൻ, MM അഭിലാഷ്, KA മുഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടത്തിന് പിന്നാലെ പുലക്കാട്ടുകരയിൽ വീണ്ടും ആക്രമണം. ഷഷ്ടി ദിവസമുണ്ടായ സംഭവത്തിന്റെ തുടർച്ചയായി ഉണ്ടായ അടിപിടിയിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് യുവാവിന്റെ കൈയൊടിഞ്ഞു.
സംഭവത്തിൽ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുലക്കാട്ടുകര കൂടപ്പറമ്പിൽ സുഭാഷിനാണ് പരിക്കേറ്റത്. ഇയാളെ ആക്രമിച്ച പുലക്കാട്ടുകര ചക്കുന്തറ സൂരജ്, ഓമ്പുള്ളി അതുൽ കൃഷ്ണ, സഹോദരൻ ഗോകുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ലഹരി സംഘം ആക്രമിച്ച ബിനുവിന്റെ ബന്ധുക്കളാണ് അറസ്റ്റിലായ സഹോദരങ്ങൾ. ഷഷ്ടി ദിവസത്തെ ആക്രമണത്തെക്കുറിച്ചുണ്ടായ തർക്കമാണ് സംഘട്ടനത്തിന് ഇടയാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 3 SFI പ്രവർത്തകർ കൂടി അറസ്റ്റിലായി. അശ്വിൻ, സാംസൺ, സനൽ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 11ആയി. ജാമ്യമില്ലാ വകുപ്പുകളാണ് പിടിയിലായ 11 പേർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് വകുപ്പുകൾ. കേസിലെ മുഖ്യപ്രതി നിധിൻ പുല്ലനെ 23-ന് ഒല്ലൂരിൽ നിന്നും പിടികൂടിയിരുന്നു. നിധിൻ പുല്ലൻ ഉൾപ്പെടെ നേരത്തെ പിടിയിലായ 8 പേരും റിമാൻഡിലാണ്. കഴിഞ്ഞ 22-ന് ചാലക്കുടി ITI തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന SFIയുടെ വിജയാഹ്ലാദത്തിന് ശേഷം ഹെൽമറ്റില്ലാതെ യാത്ര ചെയ്തതിന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് നിധിൻ പുല്ലന്റെ നേതൃത്വത്തിലുള്ള SFI DYFI പ്രവർത്തകർ ചേർന്ന് ജീപ്പ് തകർത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മഖ്ബറയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഖുമരിയ ബീവിയുടെയും ഖബറിടമുള്ള മഖ്ബറയിലാണ് മോഷണം നടന്നത്. പള്ളിയുടെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവർന്നു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ പള്ളിയിലെത്തിയവരാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അതിരപ്പള്ളി ബ്ലോക്കിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. 9ാം ബ്ലോക്കിലെ ലയത്തിൽ താമസിക്കുന്ന പൈപ്പാറയിൽ രാജുവിനാണ് കാലിലും വയറിലും കുത്തേറ്റത്. പ്ലാന്റേഷൻ തൊഴിലാളിയായ ഭാര്യ വാസന്തിയെ ജോലിയിൽ സഹായിച്ചു നിൽക്കുമ്പോൾ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് 9ാം വാർഡ് അംഗവും നാട്ടുകാരും ബന്ധുക്കളും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മൃതദേഹവുമായി എത്തി പ്രതിഷേധിച്ചു. കടപ്പുറം അഴിമുഖം ചേന്നങ്കര കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹമാണ് പഞ്ചായത്തിന് മുന്നിൽ കിടത്തി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത്. മൃതദേഹം സംസ്കരിക്കാൻ ഒരുമനയൂർ, ചാവക്കാട് മുനിസിപ്പാലിറ്റി എന്നിവയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും ഇത് സാമ്പത്തികമായും മറ്റും ഏറെ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നുവെന്നുമാണ് ഇവർ പറയുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ശ്മശാനം അടിയന്തരമായി പ്രവർത്തിപ്പിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. മൃതദേഹവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വാർഡ് മെമ്പർ ഇതിനെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പറഞ്ഞു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനത്തിലെ ടാങ്കിനുണ്ടായ ചോർച്ചയെ തുടർന്നാണ് അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി അടച്ചിട്ടത്. സെപ്റ്റംബർ 16-ാം തീയതി വരെ പഞ്ചായത്തിന്റെ വാതക ശ്മശാനം പ്രവർത്തിച്ചിരുന്നു. പുതിയ ടാങ്ക് സ്ഥാപിക്കുന്നതിനായി 2 ലക്ഷം രൂപ വരും എന്നതിനാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ടാങ്ക് മാറ്റി സ്ഥാപിക്കുവാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും 9ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മൃതദേഹം കടപ്പുറം പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് മൃതദേഹത്തെ അപമാനിക്കുകയും ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ഇവിടെ 9ാം വാർഡ് മെമ്പർ അടക്കം അവിടെ നിന്ന് ആളുകൾ ഇന്ന് ബോഡിയുമായി വന്ന് അദ്ദേഹത്തിന്റെ ആ മൃതശരീരത്തിനോട് കാണിച്ച അനാദരവ് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. കാരണം ഇന്ന് കടപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിനകത്തേക്ക് അതിക്രമിച്ച് കയറി ആ ബോഡി ഒരു 2 മണിക്കൂറോളം ഇവിടെ കെടുത്തി അതിനെ വിലപേശിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്ന് മെമ്പർ അടക്കമുള്ള ആ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ ചെയ്തത്. തികച്ചും ആ ബോഡിയോടുള്ള അനാദരവാണ്. നമുക്ക് തീർത്തും അതിൽ വേദന ഉണ്ട്. കാരണം ഈ 2 ദിവസത്തിനുള്ളിൽ ക്രിമിറ്റോറിയം സ്വാഭാവികമായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ കഴിഞ്ഞ് അത് നമ്മളവിടെ വർക്ക് നടക്കാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ കാറ്റിൽ കുന്നംകുളം ആനായ്ക്കലിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ആനായ്ക്കൽ സ്വദേശി ഭവീഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ശക്തമായ കാറ്റിൽ വീടിന്റെ പുറകുവശത്തെ ഷീറ്റിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. തെങ്ങ് വീണതോടെ ഷീറ്റിന്റെ ഒരു വശം തകർന്നു. വീടിന്റെ വാർപ്പിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിദേശ വനിതകൾ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് കഥകളി പഠനത്തിന് അവഗണന നേരിട്ടിരുന്നുവെന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം രാംമോഹൻ. ആ പ്രവണത മാറാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നുവെന്നും
ഇപ്പോൾ കഥകളി പഠിക്കുവാൻ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവസരമുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക വകുപ്പിന് കീഴിൽ ചെറുതുരുത്തിയിൽ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ 15ാം വാർഷികവും 3 ദിവസം നീണ്ടുനിൽക്കുന്ന ദേശീയ കഥകളി ഉത്സവത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കലാമണ്ഡലം രാംമോഹൻ. കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീശപ്പള്ളി രാജീവ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി, പി ജി രതീഷ്, ഡോക്ടർ കെ പി സംഗീത, കലാമണ്ഡലം ഉദയകുമാർ, ഹരിത, എം രേണുക, കൃഷ്ണകുമാർ പൊതുവാൾ, കെ എസ് സുമേഷ് എന്നിവർ സംസാരിച്ചു. കഥകളി സ്കൂൾ വിദ്യാർത്ഥികളുടെ ചൊല്ലിയാട്ടത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. കലാമണ്ഡലം പ്രിയ, കലാമണ്ഡലം വൈഷ്ണവി, കലാമണ്ഡലം വർഷ, കലാമണ്ഡലം അശ്വതി എന്നിവർ അവതരിപ്പിച്ച സാരി നൃത്തം ആകർഷകമായി. തുടർന്ന് കേളിയും രുക്മിണി സ്വയംവര കഥകളിയും കുചേലവൃത്തം കഥകളിയും അരങ്ങേറി. കഥകളി മഹോത്സവം ശനിയാഴ്ച സമാപിക്കും. ഒരു കാലഘട്ടമായിരുന്നു അത്. ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയില്ല, ഞാൻ വായിച്ചിട്ടുള്ളത് അനുസരിച്ച് കറ്റശ്ശേരി രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വേഷക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു കറ്റശ്ശേരി രാമൻകുട്ടി ഉണ്ട് ചതനത്തിൽ വേഷക്കാരനെ, കുറച്ച് പ്രായമായി അദ്ദേഹത്തിൻ്റെ അമ്മാമൻ ഒരു കറ്റശ്ശേരി രാമൻകുട്ടി സ്ത്രീ വേഷക്കാരൻ പ്രസിദ്ധനായിട്ടൊരു. താന്യം പഞ്ചായത്തിലെ SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മേശയും കസാരയും പ്രീ പ്രൈമറി സ്കൂളിനുള്ള ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത്. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ ആൻഡോ തുറയൻ, സനിത സജൻ എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് ഇടവിള കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വാർഡ് മെമ്പർമാരായ ആൻഡോ തുറയൻ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് രംഗതാര കലാസമിതിയുടെ നേതൃത്വത്തിൽ നാടകോത്സവത്തിന് തുടക്കമായി. സംവിധായകൻ സത്യൻ അന്തിക്കാട് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാസമിതി പ്രസിഡന്റ് EG ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോണി അന്തിക്കാട്, പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ, ജനറൽ കൺവീനർ ജോസ് തട്ടിൽ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് എന്ന നാടകം അരങ്ങേറി. പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലബ്ബ് പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരന്നു. വാദ്യമേളങ്ങളും അകമ്പടിയായി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി അപ്പു, CH റഷീദ്, AM അലാവുദ്ദീൻ, PT പ്രവീൺ പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ മൂസ ആലത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഇന്നത്തെ പരിപാടി സൗഹാർദ്ദത്തിന്റെയും എല്ലാം ഒരു നല്ല മണ്ണായി സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായി അവർ പറഞ്ഞു. നമ്മുടെ കേരളം എത്രയോ മനോഹരം. എന്ന് പറയുന്ന ആളുണ്ടാവും. അവര് ഇന്നെ ഇടത്തിന്റെ ക്യാൻവാസിൽ വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുരുന്നു പ്രതിഭകൾ. ഇടം സാംസ്കാരിക വേദി നടത്തിയ കുട്ടികളുടെ ചിത്രരചനാ ക്യാമ്പ് സംഘാടന മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധ നേടി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലാണ് ഇടം സാംസ്കാരിക വേദി കുട്ടികൾക്കായി ഏകദിന ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മനോഹരമായ സ്കൂൾ അങ്കണത്തിലെ മരത്തണലിലും ക്ലാസ് മുറികളിലും ഒത്തുചേർന്ന കുഞ്ഞു പ്രതിഭകൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ട ഭാവനകൾ വർണ്ണങ്ങൾ ചാലിച്ച് കടലാസുകളിലേക്ക് പകർത്തി. ചിത്രശില്പകലാകാരന്മാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കുട്ടികളുടെ രചനകൾക്ക് കൂടുതൽ ചാരുതയേകി. പ്രശസ്ത ആർട്ടിസ്റ്റുകളായ EVS സന്തോഷ്, ഷലിൽ മാധവൻ എന്നിവരായിരുന്നു ക്യാമ്പിന്റെ പ്രധാന സാരഥികൾ. ശ്രീ ശങ്കരാചാര്യ കാലടി സർവകലാശാല ചിത്രശില്പ വിഭാഗം മേധാവി ഡോക്ടർ TG ജ്യോതിലാൽ, പ്രശസ്ത ആർട്ടിസ്റ്റുകളായ കൃഷ്ണൻ കല്ലൂർ, ജിനിഷ ജോൺ എന്നിവർ കുട്ടികൾക്ക് ചിത്രരചനയുടെ അനന്ത സാധ്യതകളെക്കുറിച്ച് അവബോധം നൽകുകയും അവരുടെ ചിന്തകൾക്ക് വർണ്ണലോകത്തിൽ പുതിയ ജാലകങ്ങൾ തുറന്നുകൊടുക്കുകയും ചെയ്തു. വരയോടൊപ്പം പാട്ടും കളികളുമായി കുട്ടികളും രക്ഷിതാക്കളും ഇടം അംഗങ്ങളും ക്യാമ്പ് വർണ്ണോത്സവമാക്കി മാറ്റി. കുട്ടികളുടെ സൃഷ്ടികളോടൊപ്പം ആർട്ടിസ്റ്റുകളുടെ കലാമികവും ക്യാമ്പിൽ പ്രകടമായി. ഇടം പ്രസിഡന്റ് PJ ജ്യോതി, സുധീഷ് പറമ്പിൽ, KA ഫരീദ് അലി, KR രാധിക തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, പ്രധാന അധ്യാപിക KA സുജിനി, MPTA പ്രസിഡന്റ് സോണിയ ജിനേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു.
TCV ന്യൂസ്, എരുമപ്പെട്ടി. ദേശീയപാത പുതുക്കാട് 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന 2 ലോറിയും ജീപ്പും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോയിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറകിൽ വന്നിരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ലോറിയുടെ അടിയിലേക്ക് കയറി. കാർ യാത്രക്കാർക്ക് നിസ്സാരമായി പരിക്കേറ്റു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫെബ്രുവരി 10 UAEയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സൈബർ സ്ക്വയർ ഡിജിറ്റൽ ഫെസ്റ്റിൽ മാള ഹോളി ഗ്രേസ് അക്കാദമി സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 6ാം ക്ലാസ് വിദ്യാർത്ഥി കാതലിൻ മേരി ജീസൺ, 9ാം ക്ലാസ്സുകാരായ നൈസാം അലി നജാദ്, VJ ഹരിഗോവിന്ദൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. റോബോട്ടിക്സ് വിഭാഗത്തിൽ തെരുവോരങ്ങളിലെ മാലിന്യം വേർതിരിച്ച് സംസ്കരിക്കുന്നതിനുള്ള റോബോട്ടിക് പ്രോട്ടോ ഇനമാണ് കാതലിൻ മേരി ജീസൺ അവതരിപ്പിക്കുന്നത്. വെബ്സൈറ്റ് ആപ്സ് വിഭാഗത്തിൽ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളുടെ സൗകര്യങ്ങൾ ഒരെണ്ണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നൈസാം അലി നജാദ്, VJ ഹരിഗോവിന്ദ് എന്നിവർ വികസിപ്പിച്ചിട്ടുള്ളത്. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് പുതുവർഷ ദിനത്തിൽ തുടക്കം കുറിക്കും. CC മുകുന്ദൻ MLA കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. 12,226 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിനായി 3,90,00,000 രൂപയാണ് ചെലവഴിക്കുക. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുൾപ്പെടെ 11 ക്ലാസ് മുറികൾ, 2 ലാബുകൾ, 1 സ്റ്റാഫ് റൂം എന്നിവ പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, പ്രധാനാധ്യാപിക TG ഷീജ, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, CA ആവാസ്, കണ്ണൻ വലപ്പാട് എന്നിവർ അറിയിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60,000 രൂപ ചെലവിൽ പന്തല്ലൂരിലെ മൃഗാശുപത്രിയിൽ കൗ ലിഫ്റ്റിംഗ് മെഷീനും മൈക്രോസ്കോപ്പും സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MK ശൈലജ, അംഗങ്ങളായ ബീന സുരേന്ദ്രൻ, NM പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ഒരുമ കുടുംബ കൂട്ടായ്മയുടെ 4ാം വാർഷികവും പുതുവത്സരാഘോഷവും ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നടക്കും. ജനുവരി 1 വൈകിട്ട് 6 മുതൽ കരിന്തണ്ടൻ നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരവും അരങ്ങേറും. PK സുരേഷ്, AV ബാബു, രൂപേഷ് ദാസ്, സൗമ്യ രൂപേഷ്, സരിക സത്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തോളൂർ വഴിയിൽ ശേഖൻകാവ് മടപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന 10ാം ഉദയ ഉത്സവം ആകർഷകമായി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന പൂരം എഴുന്നള്ളിപ്പിൽ ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് മായന്നൂർ രാജുവും സംഘവും നേതൃത്വം നൽകി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവ് പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തിയതോടെ 10 ഗജവീരന്മാരോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ നടന്ന പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി. മധ്യപ്രദേശിൽ നടന്ന ഫെഡറേഷൻ നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗുരുവായൂർ സ്വദേശിക്ക് അഭിമാന നേട്ടം. പടിഞ്ഞാറേനടയിൽ കൃഷ്ണയിൽ S സോമശേഖരൻ പിള്ളയുടെയും ജയകുമാരിയുടെയും മകൻ S രോഹിത് ആണ് കേരളത്തെ പ്രതിനിധീകരിച്ച് ജൂനിയർ വിഭാഗത്തിൽ വെള്ളി മെഡലും സീനിയർ വിഭാഗത്തിൽ വെങ്കലവും നേടിയത്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് M.Com വിദ്യാർത്ഥിയാണ്. അശരണരായ 100 പേർക്ക് 2 ലക്ഷം ധനസഹായം നൽകി ഗുരുവായൂർ മെട്രോ ക്ലബിന്റെ സ്നേഹസാന്ത്വനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മെട്രോ ഹാളിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് P മുരളീധരൻ, സെക്രട്ടറി ഗിരീഷ് C ഗീവർ, ചാർലി മാളിയമ്മാവ്, KB ഷൈജു, VK അനിൽകുമാർ, TD വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയും ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷം 30-31 തീയതികളിലായി ചാവക്കാട് ബീച്ചിൽ നടത്തും. സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് വല്ലഭട്ട കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് പ്രദർശനവും ഉണ്ടായിരിക്കും. 31-ന് പുതുവത്സര ദിനത്തിൽ നടക്കുന്ന പരിപാടി പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, ഷാഹിന സലീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പടിയം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച 2ാമത് ജില്ലാതല ഹൈസ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ ചാമ്പ്യന്മാരായി.
സമാപന സമ്മേളനം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പടിയം സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ഇക്ബാൽ മുറ്റിച്ചൂർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് SHO PK ദാസ് സമ്മാനദാനം നടത്തി. തെക്കുംകര പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ഗ്രാമസഭ നടത്തി. പുന്നമ്പറമ്പ് പ്രിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, ICDS സൂപ്പർവൈസർ ഡോണ വിജയൻ, അംഗൻവാടി അധ്യാപിക റംല അസീസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ HSC സാലിക മേഡം, അതിലുപരി ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളെ ഫണ്ട് വയ്ക്കാൻ പറ്റില്ല. കൊല്ലം ജില്ലാ പഞ്ചായത്ത് തന്നെ ഫണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചില ഇതിലേക്ക് അപേക്ഷ ഫണ്ട് വെച്ചിരുന്നു. ആൾക്കാർ അപേക്ഷകരില്ല. അപേക്ഷകർ എന്തോ അറിയാതെയാണ് അപേക്ഷ വയ്ക്കാൻ. തോന്നൂർക്കര ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ മണ്ഡല നിറമാല താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. 31-ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലം എഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളോടെയുമാണ് മഹോത്സവത്തിന് സമാപനം കുറിക്കുക. ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ നടക്കുന്ന ഒരുമനയൂർ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി റോഡ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെയും ഗുരുവായൂർ ആക്ട്സിന്റെയും സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ ക്ലാസ് നയിച്ചു. ആക്ട്സ് സെക്രട്ടറി പ്രസാദ് പട്ടണത്ത് അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് തിടമ്പ് എഴുന്നള്ളിച്ച് ഗജവീരൻ ശിവേലിപ്പുരയിലൂടെയുള്ള പ്രദക്ഷിണം നടന്നു. തുടർന്ന് മേളം നടന്നു. വിവിധ ദേശ കമ്മിറ്റികളുടെയും ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെയും 15 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ വിവിധ നാടൻ കലാരൂപങ്ങൾ, കാവടികൾ, വാദ്യമേളങ്ങൾ എന്നിവ അണിനിരന്നു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ വാർഷികവും യാത്രയയപ്പും നടന്നു. KPPHA ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് OS ഷീന അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സിന്ധു മേനോൻ ഉപഹാര സമർപ്പണം നടത്തി. GP ഗീത, TS ജീന, MB ക്ഷേമ, MR രാഖി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ 1984 SSLC ബാച്ച് ഫ്രണ്ട്സ് ഓഫ് BHSന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് എയർ കണ്ടീഷണർ നൽകി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, വാർഡ് കൌൺസിലർ CS സുമേഷ്, സെക്രട്ടറി ഷഫീർ എന്നിവർ സംസാരിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ ആദൂർ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം TN പ്രതാപൻ MP നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി പാനോക്കാരൻ, പോൾസൺ തെക്കുംപീടിക, വാർഡ് മെമ്പർ സലീഷ് ചെമ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏനാമാവ് കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറിയതോടെ നെൽ കർഷകർ ആശങ്കയിൽ. കാലപ്പഴക്കം മൂലം ജീർണിച്ച റെഗുലേറ്റർ ഷട്ടറുകളിലൂടെയാണ് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കയറിയത്. എടമുട്ടത്ത് ബിവറേജ് ഔട്ട്ലെറ്റ് കുത്തി തുറന്ന മോഷണം. 65,050 രൂപ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കവർന്നു. പുലക്കാട്ടുകരയിൽ യുവാക്കൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 3 SFI പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.